നമസ്കാരം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ഭൂരിപക്ഷ അഭിപ്രായം മാനിച്ച് സമന്വയ സമീപനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. വാഹനം ഉപയോഗത്തിൽ വളരെ നിയന്ത്രണം വേണ്ടതാണ്. അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ഒരു പക്ഷേ ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. അവധി ലഭിക്കാത്തതിനാൽ ജന്മനാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. സ്വന്തം ചുമതലകൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അന്യരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. വാസ്തവവിരുദ്ധമായിട്ടുള്ള തോന്നലുകളെ അതിജീവിക്കുവാൻ സുതാര്യതയുള്ള സമീപനവും ആത്മനിയന്ത്രണവും നിർബന്ധമായും വേണ്ടതാണ്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടും. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിലും ഒരു പരിധിയിലധികം സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ള പ്രവർത്തന മേഖലകളിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. ആധ്യാത്മിക ആത്മീയ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പ്രാരംഭത്തിൽ പല പ്രകാരത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുമെങ്കിലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. സുതാര്യതയുള്ള സമീപനത്താൽ വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും. പണം കടം കൊടുക്കുന്നത് അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. വിദേശയാത്രയ്ക്ക് സാങ്കേതിക തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവർ വിരോധികളായി തീരുന്നത് വഴി മനോവിഷമം ഉണ്ടാകുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനുള്ള യാത്ര മാറ്റിവെക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. കാലവർഷക്കെടുതി മനോവിഷമത്തിന് വഴിയൊരുക്കുവാനും ഒരുപക്ഷെ കൃഷിനാശം വളരെയധികം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. വസ്തുനിഷ്ഠമായ സമീപനമാണെങ്കിലും സുതാര്യതയുള്ള സമീപനം നിർബന്ധമായും വേണ്ടതാണ് എന്ന് പറയുന്നു. കുടുംബജീവിതത്തിൽ ആഹ്ലാദാന്തരീക്ഷം സംജാതമാകുവാനായി വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായും സ്വീകരിക്കേണ്ടതായ സാഹചര്യവും ഈ മാസത്തിൽ ഉണ്ടായിത്തീരും. ഈ ജൂൺ മാസത്തിലെ തൃക്കേട്ട നക്ഷത്രം ജനിച്ചവരുടെ ഫലങ്ങളാണ് പറഞ്ഞത്.